മാർക്കറ്റിലുള്ളവരെല്ലാവരും പറയുന്ന ഒരു കാര്യമാണ്, ഇവിടെ വർഷങ്ങൾ പഴക്കമുള്ള ഒരു ബിൽഡിംഗ് ഉണ്ട്. ആ ബിൽഡിങ്ങിന്റെ മുകളിൽ ചുമരിൽ എന്തൊക്കെയോ എഴുതി വെച്ചിട്ടുണ്ടെന്ന് പറഞ്ഞു. നമുക്ക് ആ ബിൽഡിംഗ് ഒന്ന് പരിചയപ്പെടാം, നമുക്കൊന്ന് നോക്കാം. വാ. എനിക്ക് തോന്നുന്നത് എന്തോ ഒരു പാർട്ടി ഓഫീസർ സംതിങ് ആണെന്ന് തോന്നുന്നു. ഇവിടെ ഒരു IKEA ഉണ്ട്. IKEA ഒന്ന് പരിചയപ്പെടാം. ഹായ്, എന്താ IKEAയുടെ പേരെന്താ? അബ്ദുൽ ഖാദർ. IKEA എത്ര വർഷമായി ഈ കട തുടങ്ങിയിട്ട്? എത്ര വർഷമായി? 35 വർഷത്തിന് മേളിലായിട്ടുണ്ട്. ഓക്കെ. ഈ കടയ്ക്ക് അന്നേരം ഒരുപാട് പ്രായം തോന്നിക്കുന്ന രീതിയിലുള്ള കെട്ടിടങ്ങളാണല്ലോ ഇവിടെ കൂടുതലുള്ളത്. ഈ കടയ്ക്ക് ഏകദേശം എത്ര വർഷം പഴക്കമുള്ളതാണ്? ഞാൻ ചൂനാട് മാർക്കറ്റിൽ 4-5 വയസ്സായപ്പോൾ തൊട്ട് വരുന്നു. ഇങ്ങനെയുണ്ട്. വർഷങ്ങൾ പഴക്കമുള്ള കടയാണ് അല്ലേ? എനിക്കിപ്പോൾ 62 വയസ്സ്. അപ്പൊ ഈ IKEAയുടെ കടയുടെ തൊട്ട് മേളിലായിട്ടാണല്ലോ. ഈ മേളിൽ എന്തായിരുന്നു? പാർട്ടി ഓഫീസ് ആയിരുന്നോ? പിന്നെ ഒരു സൈക്കിൾ സിറ്റി ഓഫീസ് ഉണ്ട്. ഓഹോ, സൈക്കിൾ സിറ്റി ഓഫീസ് ആയിരുന്നു മേളിൽ. CPIയുടെ പാർട്ടി ഓഫീസ് ഉണ്ട്. ഓഹോ, അത് ശരിയാ. രണ്ടും ഒരേ സമയത്ത് 4 ആയിരുന്നല്ലേ? ഇത് എത്ര വർഷം പഴക്കമുള്ളതാണ്? ഇത് ആരാണ് എഴുതിയത് എന്നതിനെ കുറിച്ചൊക്കെ വല്ല ഐഡിയ ഉണ്ടോ? എത്ര വർഷം? 77-ലെ അടിയന്തരാവസ്ഥ കഴിഞ്ഞിട്ടുള്ള തെരഞ്ഞെടുപ്പിലാണ് ഇത് എഴുതിയതാണ് IKEA പറയുന്നത്. അതാണല്ലേ? അപ്പം ആരാ എഴുതിയത്? ഏത് പാർട്ടിയാണ് ഇതിവിടെ? ഏത് പാർട്ടി ആയിരുന്നു ഇവിടെ ഉണ്ടായിരുന്നത്? കോൺഗ്രസിന്റെ ഭരണമായിരുന്നു. കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥിയായിരുന്നു ദേവള്ളി മാധവൻ. ഓഹോ, IKEA മുന്നണിയിൽ. ഓഹോ, അതായത് അന്ന് NDP എന്ന് പറയുന്ന പാർട്ടി. NDP എന്ന് പറയുന്ന പാർട്ടിയായിരുന്നു അന്ന് ഭരിച്ചത്. അന്ന് ഇവിടെ മത്സരിച്ചിരുന്നത് IKEA മുന്നണിയാണ്. കോൺഗ്രസുമായിട്ട് IKEA. അന്ന് PJ കുര്യൻ ഇടതുപക്ഷത്തായി. ഓഹോ, അത് ശരിയാ. ആന്റണി ഉൾപ്പെടെ ഇടതുപക്ഷത്തായി. അപ്പം ഞങ്ങൾക്ക് തോന്നി വർഷങ്ങൾ പഴക്കമുള്ള ഒരു പാർട്ടി ഓഫീസാണെന്ന് എന്തുവായാലും കണ്ടപ്പോൾ മനസ്സിലായി. ഇടതുപക്ഷത്തിന്റെ സ്ഥാനാർത്ഥിയായിട്ട് PJ കുര്യൻ മത്സരിക്കുമ്പോഴായിരുന്നു ഈ എഴുതിയത്. IKEA മുന്നണിയിലെ പ്രവർത്തകർ എഴുതിയതാണ്. ഓ, അത് ശരിയാ. എന്തായാലും ഇത്രയും വർഷം പഴക്കമുള്ള ബിൽഡിങ്സ് ഈ അടുത്തിടയിലൊന്നും ഞാൻ കണ്ടിട്ടില്ല.